ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. അന്നേരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നിട്ട് നമ്മൾ ഈ ചെമ്മീൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരിക്കലും ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കൊഞ്ചൊക്കെ നല്ല ക്രിസ്പി ആയി പോകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കാണത്തില്ല. ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ, സോഫ്റ്റ് ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ കൊഞ്ചൊക്കെ ഒന്ന് കോരി മാറ്റാവുന്നതാണ്. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കടുകും ഉലുവായും ഒന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 10-20 കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള ചേർക്കാതെ കൊച്ചുള്ളി മാത്രം ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അന്നേരം കുറച്ചുകൂടി കൊച്ചുള്ളി തോനെ ചേർക്കണമെന്നേ ഉള്ളൂ. പിന്നീട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഉള്ളി ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ഒരു അര തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഒരു കുഴഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. ഉള്ളിയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നിടം വരെ. എന്നിട്ട് ഉള്ളിയുമായിട്ട് ഈ പൊടികൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ. എന്നിട്ട് തേങ്ങാപ്പാൽ വറ്റുന്നിടം വരെ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നീട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു. ബൈ.